ഇന്നത്തെ നമ്മുടെ വിഷയം അള്ളാഹുവിൻ്റെ അൽ ഇലാഹ് എന്ന വിശുദ്ധ നാമമാണ്. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ അൽ മഅ്ലൂഹ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, അഥവാ ആരാധിക്കപ്പെടുന്നത്. കിതാബ് എന്ന് പറഞ്ഞാൽ മക്തൂബ്, എഴുതപ്പെടുന്നത് അല്ലെങ്കിൽ എഴുതപ്പെട്ടത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം. അതേ രീതിയിലാണ് ഇലാഹ് എന്ന പ്രയോഗം. ആരാധിക്കപ്പെടുന്നത് യഥാർത്ഥ ആരാധ്യനുണ്ട്, വ്യാജമായി ആരാധിക്കപ്പെടുന്നതുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആരാധനക്കർഹനായ, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവനായ എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. വ്യാജമായി ആരാധിക്കപ്പെടുന്നതിനെയും ഇലാഹ് എന്ന് പറയും. അതുകൊണ്ടാണ് ചില മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ട്, കം തഅബുദു മിൻ ഇലാഹ്, എത്ര ഇലാഹിനെ ആരാധിക്കുന്നുണ്ട്? അപ്പോൾ ആകാശത്തിൽ ഒന്നും ഭൂമിയിൽ 6 എന്നാണ് പറഞ്ഞത്. ആകാശത്തിൽ ആരാധിക്കപ്പെടുന്നവൻ അള്ളാഹു, ഭൂമിയിൽ 6 എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ 5 ഇങ്ങനെ പറഞ്ഞു. അവിടെ ആകാശത്തിൽ ആരാധിക്കപ്പെടുന്നവനായുള്ളവൻ അവൻ യഥാർത്ഥ ആരാധ്യനാണ്. എന്നാൽ ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നത് വ്യാജമായ ബാത്തിലായ ആരാധ്യന്മാരാണ്. അതുകൊണ്ടാണ് ലിസാനുൽ അറബിൽ ഇബ്നുൽ മംബൂർ പറഞ്ഞു, അൽ ഇലാഹു അല്ലാഹു അസ്സ വജൽ, യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു ആകുന്നു. വകുല്ലു മൻ ഇത്തഖദ മിൻ ദൂനിഹി മഅബൂദൻ ഹുവ ഇലാഹുൻ ഇൻദ മുത്തഖിദിഹി, അള്ളാഹുവോടൊപ്പം ആരാധിക്കപ്പെടുന്നതിനെ സ്വീകരിച്ചവൻ, ആ സ്വീകരിച്ചവന്റെ അടുക്കൽ അവൻ സ്വീകരിച്ചത് ഇലാഹാണ്, ആരാധ്യനാണ്. അതുകൊണ്ട് ആളുകൾ അന്യായമായി ആരാധ്യന്മാരെ സ്വീകരിച്ചിട്ടുണ്ട്. കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളു, മുരട്, മൂർഖൻ പാമ്പ് വരെ എന്ന് പറഞ്ഞതുപോലെ 30 ദൈവങ്ങൾ ആരാധിക്കപ്പെടുന്നവരായിട്ടുണ്ട്. അതിനൊക്കെ ഇലാഹ് എന്ന് പറയും, ആരാധിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിൽ. അതിനർത്ഥം ഒറിജിനൽ ആരാധ്യന്മാരാണ് എന്നുള്ളതല്ല. ഒറിജിനൽ ആരാധ്യൻ, സാക്ഷാൽ ആരാധ്യൻ ദൈവം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. സൂറത്ത് ത്വാഹയിൽ സാമിരി ഇസ്രായേലിയർക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അസാന്നിധ്യത്തിൽ ഒരു പശുക്കുട്ടിനെ ഉണ്ടാക്കി. ആ പശുക്കുട്ടിക്ക് ഒരു ശബ്ദമുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ആ പശുക്കുട്ടിയുടെ വിഷയത്തിൽ സാമിരിയോട് പറഞ്ഞത്? വിശുദ്ധ ഖുർആനിൽ കാണാം, വൻദുർ ഇലാ ഇലാഹിക്കല്ലദീ തൽത അലൈഹി ആകിഫ ലനുഹ്രികന്നഹു സുമ്മ ലനൻസിഫന്നഹു ഫിൽ യമ്മി നസ്ഫാ എന്നാണ്. നീ ഭജനമിരിക്കുന്ന നിന്റെ ഇലാഹിലേക്ക് നോക്ക് എന്നാണ്. എന്താ? നിന്റെ ആരാധ്യ വസ്തുവിലേക്ക് നോക്ക്. പശുക്കുട്ടിനെ നോക്കാൻ പറയാണ്. ലനുഹ്രികന്നഹു, ആ പശുക്കുട്ടിയെ നാം ചുട്ടുകരിക്കുകയും സുമ്മ ലനൻസിഫന്നഹു ഫിൽ യമ്മി നസ്ഫാ, അതിനെ പൊടിച്ച് ഞാൻ സമുദ്രത്തിൽ വിതറിക്കളയുകയും ചെയ്യും എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സാമിരിയോട് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയാണ്, ഇന്നമൽ ഇലാഹുക്കും അല്ലാഹ്, നിങ്ങളുടെ ഇലാഹ് അള്ളാഹു ആകുന്നു. ലാ ഇലാഹ ഇല്ലാഹു, ആ അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവനായി മറ്റാരുമില്ല. അപ്പൊ ഇവിടെ യഥാർത്ഥ ആരാധ്യൻ എന്നതിന് അള്ളാഹു ഇലാഹ്, അൽ ഇലാഹ് എന്ന് പറയും. സാമിരിയുടെ വ്യാജമായ ആരാധ്യ വസ്തു അതിനും ഇലാഹ് എന്നാണ് പറഞ്ഞത്. പറഞ്ഞു വരുന്നത് അൽ ഇലാഹ്, സാക്ഷാൽ ആരാധ്യൻ എന്ന അർത്ഥത്തിൽ അത് അള്ളാഹുവിൻ്റെ അൽ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടതാണ്, അത്യുത്തമമായ നാമങ്ങളിൽപ്പെട്ടതാണ്. അത് അള്ളാഹുവിന് പ്രത്യേകമായിട്ടുള്ള നാമാണ്. എന്നാൽ വ്യാജമായി ആരാധിക്കപ്പെടുന്ന കുറേ ആരാധ്യന്മാർ ഈ ദുനിയാവിലുണ്ട്. അതിൽ അചേതന വസ്തുക്കളുണ്ട്, സചേതനമായതുണ്ട്. അതിനും ഇലാഹ് എന്ന് ഭാഷയിൽ പറയപ്പെടും എന്നുള്ളതാണ്.